$1 87 രൂപ 50 പൈസയിലേക്ക് വരെയാണ് നമ്മുടെ കറൻസി ഇടിഞ്ഞു വീണത്. ശ്രീലങ്കയിലും പാകിസ്ഥാനിലും സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങും മുമ്പ് രൂപയുടെ മൂല്യം 87ന്റെ പരിസരത്തായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനി രൂപയ്ക്ക് 278ഉം ശ്രീലങ്കൻ രൂപയ്ക്ക് 298ഉമാണ് മൂല്യം. നമ്മുടെ രൂപ പിടിവിട്ട് വീഴാൻ തുടങ്ങിയതോടെ റിസർവ് ബാങ്ക് വ്യാപകമായി ഡോളർ വിറ്റൊഴിച്ചു. അങ്ങനെയാണ് കൂടുതൽ തകർച്ച ഒഴിവാക്കിയത്. പക്ഷേ 85ന് മുകളിലുള്ള ഈ നിൽപ്പ് പോലും രൂപയ്ക്ക് താങ്ങാൻ കഴിയുന്നതല്ല. $1 ഉൽപ്പന്നം വാങ്ങാൻ 7 മുതൽ 10 രൂപ വരെ കൂടുതൽ കൊടുക്കേണ്ട സ്ഥിതി. രാജ്യത്താണെങ്കിൽ കാര്യമായ ശമ്പള വർധനയോ തൊഴിൽ വളർച്ചയോ ഉണ്ടായിട്ടുമില്ല. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് സ്വർണ്ണവില. സ്വർണം പവന് 65,000-ന് അടുത്തെത്താൻ കാരണം ഓഹരിയിലെ വിറ്റൊഴിക്കലാണ്. ഓഹരിയിൽ നിന്ന് പിൻവലിക്കുന്ന തുക കൂടുതൽ സുരക്ഷിതമായ സ്വർണത്തിലേക്ക് മാറ്റുകയാണ് നിക്ഷേപകർ. സാധാരണ വലിയ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് മാത്രമാണ് ഇത് കാണുന്നത്. 6 മാസം മുമ്പ് 1,600 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന റിലയൻസ് ഓഹരിക്ക് ഇപ്പോൾ 1,200. ഒരു ഓഹരിക്ക് 400 രൂപ കുറയുക എന്നാൽ 144 കോടി 43 ലക്ഷം ഓഹരികൾക്കും അത്ര രൂപ വീതം കുറയുക എന്നാണ്. റിലയൻസിന് മാത്രം 6 മാസം കൊണ്ട് കുറഞ്ഞത് 28,800 കോടി രൂപയാണ്.